ആദ്യം തന്നെ ഒരുപാട് താങ്ക്സ് പറയാണ് ഹൈൻസ് അക്കാദമിയോട്. പിന്നെ എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഞാൻ 1-2 വട്ടം നെറ്റ് എഴുതിയ ആളാണ്. ജസ്റ്റ് മിസ്സായി ഇട്ട് നെറ്റ് പോയ ഒരാളാണ്. അപ്പം സെറ്റിലേക്ക് ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം എഴുതി നോക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ സെറ്റ് ചെയ്താൽ വിചാരിച്ച്. അപ്പം കോഴ്സ് എടുക്കാണ്ട് ഇതിൻ്റെ സിലബസും കാര്യവും നോക്കിയപ്പോൾ ഒരാൾ സപ്പോർട്ട് ചെയ്താൽ അല്ല ഇങ്ങനെയാണ് സെറ്റ് എന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ടായാൽ ഉപകരിക്കും എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ കോഴ്സ് എടുക്കാൻ വിചാരിക്കുന്നത്. പേപ്പർ 2 കുഴപ്പമില്ല. പേപ്പർ 1 സുപരിചിതമല്ലാത്ത കുറേ നെറ്റിലില്ലാത്ത കുറച്ച് പോർഷൻസ് ഉള്ളതായി തോന്നി. പിന്നെ അങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഞാനിപ്പോൾ പേര് മെൻഷൻ ചെയ്യുന്നില്ല. അത്യാവശ്യം കുട്ടികൾ പാസ്ഔട്ടായി പോകുന്ന അക്കാദമി തന്നെയാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത്. പക്ഷേ ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഡിസ്കംഫർട്ട് ഫീലിംഗ് ചെയ്ത്. എന്താ വെച്ചാൽ നമുക്കൊരു സപ്പോർട്ട് ചെയ്യാൻ ഒരു ലൈവ് ക്ലാസ്സും മറ്റേ മെൻറ്ററും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ബെറ്റർ ഫീലിംഗ് കിട്ടിയിട്ടില്ല. നല്ലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടിയില്ല. എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നില്ല. പിന്നെ ലൈവ് ക്ലാസ്സും മാസത്തിൽ 1 പറഞ്ഞ രീതിയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന്, അത് ഏർലി മോർണിംഗ് ആയതുകൊണ്ട് മിക്കവാറും എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആ അക്കാദമിയിലേക്ക് വിളിച്ച ഒരുപാട് ഞാൻ വഴക്ക് കൂടി എന്ന് തന്നെ പറയാം. ഒരുപാട് വഴക്ക് കൂടിയിട്ടുണ്ട്. റീഫണ്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കംഫർട്ടല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ വിചാരിച്ചു എന്തായാലും പൈസ മുടക്കില്ലേ, നമുക്ക് ഇതന്നെ ഇഷ്ടപ്പെട്ടെന്ന് പഠിച്ചു നോക്കാം. അങ്ങനെ ക്ലാസ്സുകളൊക്കെ ഓപ്പൺ ചെയ്ത്. പക്ഷെ എന്നാലും എനിക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തെങ്കിലും ഇത് നമ്മളെ ആവശ്യമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു 40% ആ അക്കാദമിയിലെടുത്ത് ബാക്കി 60% ഞാൻ എൻ്റെ എഫേർട്ടിനാൽ അത് പഠിക്കാൻ തുടങ്ങി. യൂട്യൂബിൽ നിന്ന് പല ക്ലാസ്സുകളും എടുത്ത് എൻ്റേതായ രീതിയിൽ നോട്ട്സ് എഴുതി എല്ലാ സിലബസിൻ്റെ എല്ലാം കവർ ചെയ്യാൻ തുടങ്ങി. അപ്പം ഒരു പ്രത്യേക ഒരു വാശിയാണ് മനസ്സിൽ. പൈസ മുടക്കി ഓരോട് വഴക്ക് കൂടിയെങ്കിലും എനിക്ക് അത് നേടണം എന്നുള്ള, പിന്നെ ഒരു പേടി മനസ്സിൽ കിട്ടില്ല എന്നുള്ളൊരു പേടി ഉണ്ടെങ്കിലും ആദ്യമായിട്ട് സെറ്റ് എന്താണെന്ന് അറിയാൻ പോകുന്ന ഒരാളായത് കൊണ്ട് എന്തായാലും പേടി ഉണ്ടാവുമല്ലോ. ആ രീതിയിൽ പേടി ഉണ്ടായിരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവിടെ ഒരു വാശി എനിക്കുണ്ടായിരുന്നു. ഈ അക്കാദമിൻ്റെ മുന്നിൽ എനിക്ക് വിജയിച്ച് കാണിക്കണം എന്നുള്ളത്. അങ്ങനെ യൂട്യൂബിൽ നിന്നും എല്ലായിടത്തുനിന്നും ക്ലാസ് എടുത്ത് പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ ഈ ഹൈൻസ് അക്കാദമിനെ കുറിച്ച് അറിയുന്നത്. അപ്പം എനിക്ക് ഞാൻ മനസ്സിൽ എന്താണ് വിചാരിച്ചത് അതാണ് ഈ ക്ലാസ്സിൽ എനിക്ക് കാണാൻ പറ്റിയത്. വേറെ ഒരു അക്കാദമി ഞാൻ വെറുതെ പുകഴ്ത്തി പറയല്ല. എന്താ വെച്ചാൽ ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത ഒരാളല്ല. പക്ഷെ എന്നാലും ഇത് പരിചയപ്പെട്ട അന്ന് മുതൽ ഞാൻ ഈ മാമിന് മെസ്സേജ് അയക്കുന്നത്. അത്രക്കും മനസ്സിൽ ബെറ്റർ ഫീലിംഗ് ആയി തോന്നിയത് ഒരു അക്കാദമിയാണ്. അപ്പോൾ അതിൽ മാമിന് പ്രത്യേക ഒരു കോഴ്സ് തന്നെയത്. നമുക്ക് എല്ലാ സിലബസും എടുത്ത് എല്ലാ കോഴ്സും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏകദേശം ടഫായി തോന്നുന്ന ടോപ്പിക്ക് നമുക്ക് 100 റുപ്പീസ് എടുത്തിട്ട് നമുക്ക് അത് ആക്കാം, പിന്നെ ജോയിൻ ചെയ്യാം. അങ്ങനെ എല്ലാ കോഴ്സും ഞാൻ എടുത്ത അക്കാദമി തന്നെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് അത്യാവശ്യം ഒരു ടഫായിട്ടുള്ള ഒന്ന് ഇതിലെടുക്കണം തോന്നി. ഇവരുടെ ക്ലാസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ ഹൈൻസിൽ ഞാൻ 100 വെച്ചിട്ട് ഒരു ക്ലാസ് എടുത്ത് ഗുഡ് എന്ന് ഭയങ്കര എന്താ അതിന് വാക്കുകൾ പറയാനില്ല. എനിക്ക് അത്രക്ക് എക്സാം ഹോളിലാണെങ്കിലും ഭയങ്കര സഹായം ചെയ്തിട്ടുണ്ട്. ഈ മിസ്സിൻ്റെ മോട്ടിവേഷൻസ് ആണെങ്കിലും ക്ലാസ്സിൽ എടുക്കുന്നതാണെങ്കിലും നമുക്ക് അപ്പം മൈൻഡിൽ ഇങ്ങോട്ട് തറവാവുന്ന രീതിയിൽ. അപ്പം എങ്ങനെ താങ്ക്സ് പറയണമെന്നറിയില്ല. അപ്പം എക്സാം കഴിഞ്ഞ് വന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യം മെസ്സേജ് അയച്ചത് ഈ മാമിനാണ്. പിന്നെ ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ എടുത്ത ഒരു ക്ലാസ് ആണെങ്കിലും അതിൽ തന്നെ എനിക്ക് ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പം അന്ന് തന്നെ ഞാൻ ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് മിസ്സിനോട്. അപ്പോൾ ഒരുപാട് താങ്ക്സ്. ആദ്യ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് സെറ്റ് നേടാൻ എൻ്റെ എഫേർട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് സപ്പോർട്ട് തന്ന് മോട്ടിവേഷൻസ് തന്നിട്ടുള്ള, നമുക്ക് നേടണം എന്ന് വിചാരിച്ചൊരു വാശി തന്ന് ഈ മാമിന് ഒരുപാട് താങ്ക്സ്. ഒരുപാട്